താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും. സ്റ്റാരിങ് നേരെ പിടിക്കും. ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. റൈറ്റ്. എന്റെ അനാവശ്യമായിട്ട് സ്റ്റാരിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? എന്നിട്ടാണ് പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടങ്ങിയതിന് ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ.